നമസ്കാരം, ഏവർക്കും ഹാർദവമായ സ്വാഗതം. യോഗയെ പരിചയപ്പെടുത്തുന്ന 3-ാം ദിവസത്തെ കളരിയിലേക്ക്. എന്നാൽ വരൂ, അഭ്യാസത്തിൻ്റെ കളരി ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരു ധ്യാനാത്മക ആസനത്തിലിരിക്കുക. സുഖാസനം, അർദ്ധപദ്മാസനം, പദ്മാസനം. ഇനി അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചെയറിലിരിക്കാം. ഇരു കൈകളും ധ്യാനമുദ്രയിൽ വയ്ക്കുക. നട്ടെല്ല് അഥവാ ഇടുപ്പ് നിവർത്തി വയ്ക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. എന്നിട്ട് ഒരു തവണ നീണ്ട ശ്വാസം എടുക്കുക. എന്നിട്ട് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഇരു കൈകളും നമസ്കാരമുദ്രയിൽ പിടിക്കുക. 3 തവണ ഓങ്കാരത്തിൻ്റെ ഉച്ചാരണം ചെയ്യുക. ശേഷം മന്ത്രോച്ചാരണം. ആഴത്തിൽ ശ്വാസം എടുക്കുക. സംഗച്ഛത്വം സംവദത്വം സംവോ മനസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജ്ഞാനാന ഉപാസത്തെ സഞ്ജ്ഞാനാന ഉപാസത്തെ. സാവധാനത്തിൽ കൈകൾ ഉയർത്തി കണ്ണിന് മേലെ വയ്ക്കുക. ഇനി കൈകൾ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. ഇനി ഇന്നത്തെ കളരിയിൽ 3 പ്രധാനാസനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ത്രികോണാസനം, ഭദ്രാസനം, ഏകപാദ ശലഭാസനം. ഈ 3 ആസനങ്ങളിലും ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ചലനക്രിയയോടുകൂടി അഭ്യാസ കളരി ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ചലനക്രിയയ്ക്ക് മുമ്പ് പൂർണ്ണമായി തയ്യാറെടുക്കുക. കാലുകൾ 2 വിരൽ അകലത്തിൽ വയ്ക്കുക. കൈകൾ തുടയ്ക്കരികിൽ വയ്ക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ഇതൊരു ഉറച്ച അവസ്ഥയാണ്. ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും ഭൂമിയിലേക്ക്. ഇനി ഇവിടെ നിന്നും അടുത്ത അഭ്യാസങ്ങളിലേക്ക് കിടക്കാം. മെല്ലെ കണ്ണുകൾ തുറക്കുക. ഇനി കഴുത്തിൻ്റെ ചലനക്രിയയ്ക്ക് വേണ്ടി കൈകൾ ഇടുപ്പിൽ വയ്ക്കുക. ഏറ്റവും ആദ്യം കഴുത്തിനെ മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കുന്ന അഭ്യാസമാണ്. ഓർമ്മിക്കുക, കഴുത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈ അഭ്യാസം ശ്രദ്ധാപൂർവം ചെയ്യുക, അല്ലെങ്കിൽ യോഗാഭ്യാസിയുടെ നിർദ്ദേശത്തിൽ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് മുന്നോട്ട് വളയ്ക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് കഴുത്ത് നിവർത്തി പിടിക്കുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. എന്നിട്ട് കഴുത്തിലുണ്ടാകുന്ന വലിവ് അനുഭവിച്ചറിയുക. ശ്വാസം അകത്തേക്കെടുത്ത് തല നിവർത്തി പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തല കുനിക്കുക. ശ്വാസമെടുത്ത് തല നിവർത്തി പിടിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസമെടുത്ത് തല പിന്നോട്ട് വളയ്ക്കുക. കണ്ണുകൾ തുറന്നിരിക്കണം. ശ്വാസമെടുത്ത് തല നിവർത്തി പിടിക്കുക. ഇനി അടുത്ത ക്രിയയുടെ അഭ്യാസം, കഴുത്ത് ഇടത്തോട്ടും വലത്തോട്ടും വളയ്ക്കുന്ന അഭ്യാസം. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്തിനെ വലത്തോട്ട് വളയ്ക്കുക. വലത്തെ കാത് വലത്തെ തോളിൽ തൊടിയിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല നിവർത്തി പിടിക്കുക. ശ്വാസം പുറത്തുവിട്ട് ഇടത്തോട്ട്. കണ്ണുകൾ തുറന്നിരിക്കണം, കഴുത്ത് പൊക്കരുത്. ശ്വാസം എടുത്തുകൊണ്ട് നിവർത്തി പിടിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട്. ശ്വാസമെടുത്ത് നിവർത്തി പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ഇടത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തുക. ഇനി 3-ാമത്തെ അഭ്യാസം കഴുത്തിനെ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്നതാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിശ്വസിച്ച് വലത്തോട്ട് തിരിക്കുക. കഴുത്തിൻ്റെ ഭാഗം താടി തോളിന് സമാന്തരമായി വരണം. ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ചു വരിക.
ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടത്തോട്ട് തിരിക്കുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് തല നേരെ പിടിക്കുക. ഒരിക്കൽ കൂടി ഈ അഭ്യാസം ആവർത്തിക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട്, ശ്വാസം എടുത്തുകൊണ്ട് നേരെ പിടിക്കുക. നാലാമത്തെ അഭ്യാസം കഴുത്തിനെ വട്ടത്തിൽ കറക്കുന്നത്. കഴുത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഈ അഭ്യാസം ശ്രദ്ധിച്ചു ചെയ്യുക. അതായത് കഴുത്തിൽ വേദനയുണ്ടെങ്കിൽ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് കുനിക്കുക. താടി കണ്ഠകോപത്തിനോട് ചേർക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തിനെ വലത്തോട്ട് ഘടികാരദിശയിലേക്ക് കറക്കി മുകളിലേക്ക് കൊണ്ടുവരിക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കഴുത്ത് പൂർണ്ണ രൂപത്തിൽ കറക്കിക്കൊണ്ടുവരിക. ഇതൊന്നുകൂടി ആവർത്തിക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം വിട്ട് വട്ടം പൂർണ്ണമാക്കുക. ഈ അഭ്യാസം തന്നെ വിപരീത ദിശയിലേക്ക് 2 തവണ. ശ്വാസം നിറച്ചുകൊണ്ട് ഇടത്തുനിന്ന് മുകളിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിട്ട് താഴോട്ട്. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് തുറന്ന കണ്ണുകളോടെ താഴേക്ക്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നിവർത്തി പിടിക്കുക. കൈകൾ തിരികെ കൊണ്ടുവരിക. എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. ഇനി കഴുത്തിൻ്റെ 4 ക്രിയകൾക്ക് ശേഷം കഴുത്തിൻ്റെ ഭാഗത്ത് എപ്രകാരം പ്രഭാവമുണ്ടായി, എത്തരത്തിൽ അനുഭവപ്പെടുന്നു, അതൊക്കെയെന്ന് അറിയാൻ ശ്രമിക്കുക. ഇനി അടുത്ത ക്രിയയിലേക്ക് നീങ്ങാം. അടുത്ത സൂക്ഷ്മക്രിയ സ്കന്ധ സഞ്ചാലനമാണ്. കണ്ണുകൾ തുറക്കുക. എന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് വശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. കൈമുട്ടുകൾ വളയാതെ കൈപ്പടങ്ങൾ എതിർവശത്തേക്ക് പിടിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ തിരിച്ചു കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ കഴുത്തിന് ശേഷം സ്കന്ധ സഞ്ചാലനമായിരുന്നു. ഇനി സ്കന്ധചക്രത്തിൻ്റെ അഭ്യാസമാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും വശത്തുകൂടെ തോളറ്റം ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈപ്പടങ്ങൾ തോളിൽ വയ്ക്കുക. ഇരു കൈകളും വക്ഷസ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുക. എത്രത്തോളം സാധിക്കുന്നുവോ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഗോളാകൃതിയിൽ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് കൈമുട്ടുകൾ വട്ടത്തിൽ കറക്കി മുന്നോട്ട് കൊണ്ടുവരിക. ഇതൊരിക്കൽ കൂടി ആവർത്തിക്കുക. ഇൻഹെയിൽ, ശ്വാസം നിറച്ചുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് വട്ടത്തിൽ താഴേക്ക്. ഈ അഭ്യാസം 2 തവണ ആവർത്തിക്കുക വിപരീത ദിശയിൽ. ശ്വാസം പുറത്തേക്ക് വിട്ട് മുകളിലേക്ക്, പിന്നെ ശ്വാസം നിറച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് മുകളിലേക്ക്, ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക് വരുന്നു. ഇനി വീണ്ടും കൈകൾ തോളിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. സാവധാനത്തിൽ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എക്സെയിൽ, ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക്, കണ്ണുകൾ അടച്ചു പിടിച്ച് മാറ്റം അറിയിക്കുക. മൂന്നാമത്തെ ക്രിയ കട്ടിച്ചാലന ക്രിയയാണ്. ഇവിടെ നമ്മൾ 2 അഭ്യാസം ചെയ്യും. ഒന്ന് ഇടുപ്പ് മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കുന്ന അഭ്യാസം. രണ്ടാമത്തെ ഇടുപ്പിൻ്റെ ഭാഗം വലത്തോട്ടും ഇടത്തോട്ടും തിരിച്ചുകൊണ്ടുള്ള അഭ്യാസം. എന്നാൽ ആദ്യം തോളിൻ്റെ അകലത്തിൽ കാലുകൾ വയ്ക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് ഇരുകൈകളും മുൻഭാഗത്തു നിന്നും മുകളിലേക്ക് കൊണ്ടുപോകുക. വലിച്ചു പിടിച്ച് ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് വളയുക. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നോട്ട് കുനിയുക. കൈകളുടെ പടങ്ങൾ കാലുകൾക്കിടയിൽ വയ്ക്കുക. എന്നിട്ട് ഇടുപ്പ് താഴേക്ക് വലിക്കുക. വീണ്ടും ഇത് ആവർത്തിക്കാനായി ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിവതും പിന്നിലേക്ക് വളയുക. കണ്ണുകൾ തുറക്കണം. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ട് താഴേക്ക് കുനിയുക. എത്രത്തോളം കഴിയുന്നു അത്രത്തോളം കുനിയുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. കൈകൾ മുകളിലേക്ക് വലിച്ചു പിടിക്കുക, ഇടുപ്പ് വളയ്ക്കാതെ. ശ്വാസം വിട്ട് കൈകൾ വശങ്ങളിലൂടെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ ചേർത്ത് വയ്ക്കുക. ഇനി അഭ്യാസത്തിൻ്റെ പ്രഭാവം അറിയുക. ഇടുപ്പിൻ്റെ മറ്റൊരു ക്രിയ കടിച്ചാലനത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്ന അഭ്യാസമാണ്. കാലുകൾ തോളിൻ്റെ അകലത്തിൽ വെച്ച് കണ്ണുകൾ തുറന്നു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുന്നിലൂടെ തോളറ്റം ഉയർത്തുക. കൈപ്പടങ്ങൾ മുഖാമുഖം വന്നിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് അരയ്ക്ക് മുകൾ ഭാഗം വലത്തോട്ട് തിരിക്കുക. കണ്ണുകൾ തുറന്നു പിടിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തോട്ട് തിരിയുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. വീണ്ടും ഒരിക്കൽ കൂടി ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് വലത്തോട്ട്.
ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ശ്വാസം വിട്ട് ഇടത്തോട്ട്. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചു വരിക. ഇനി കൈകൾ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ ചേർത്ത് വെച്ച് വിശ്രമിക്കുക. കഠിക്രിയയുടെ പ്രഭാവം ഇടുപ്പിൻ്റെ ഭാഗത്ത് അനുഭവിച്ചറിയുക. ഇനി വീണ്ടും തയ്യാറാവുക അടുത്ത ക്രിയ ചെയ്യാനായി. ഈ അഭ്യാസത്തിലെ അന്തിമ സൂക്ഷ്മക്രിയയാണ് കാൽമുട്ടുകളുടെ ചലനക്രിയ. കണ്ണുകൾ തുറക്കുക. കാലിൻ്റെ ചലനക്രിയയ്ക്ക് തോളിൻ്റെ അകലത്തിൽ കാൽ വയ്ക്കുക. ശ്വാസം നിറച്ചുകൊണ്ട് രണ്ട് കൈകളും മുന്നിലൂടെ തോളറ്റം ഉയർത്തിപ്പിടിക്കുക. കൈകൾ കമഴ്ത്തിപ്പിടിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് പകുതി ഇരിക്കാൻ ശ്രമിക്കുക. കാൽമുട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, കാൽമുട്ട് വേദനയുള്ളവർ ഓർമ്മിക്കുക, ഈ അഭ്യാസം ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക്. മുട്ടുമടക്കുമ്പോൾ കാൽപാദങ്ങൾക്ക് പുറത്ത് വരരുത്. ശ്വാസം എടുത്തുകൊണ്ട് തിരികെ വരിക. കൈകളും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കാലുകൾ ചേർത്ത് വയ്ക്കുക. ഈ 4 ക്രിയകളുടെയും അഭ്യാസം നിങ്ങളിപ്പോൾ ചെയ്തത് അതിൻ്റെ പ്രഭാവം തിരിച്ചറിയുക. കഴുത്തിൻ്റെയും തോളിൻ്റെയും ഇടുപ്പിൻ്റെയും പിന്നെ കാൽമുട്ടിൻ്റെയും. ഇനി ഈ കളരിയിലെ അടുത്ത അഭ്യാസങ്ങളിലേക്ക് പോകാം. ഇനി അങ്ങോട്ടുള്ള അഭ്യാസങ്ങൾ, അതായത് യോഗാഭ്യാസങ്ങളിൽ ഏറ്റവും ആദ്യം നമുക്ക് താടാസനത്തിൻ്റെ അഭ്യാസം ചെയ്യാം. കണ്ണുകൾ തുറക്കുക. എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു നിൽക്കുക. താടാസനത്തിനായി കാലുകൾ 2 വിരൽ അകലം പാലിച്ചു നിൽക്കുക. ശ്വാസം അകത്തെടുത്തുകൊണ്ട് ഇരുകൈകളും മുന്നിലൂടെ തോളറ്റം ഉയർത്തുക. കൈകളിലെ വിരലുകൾ കോർത്ത് പിടിച്ച് തിരിച്ചു പിടിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി സാവധാനത്തിൽ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ ശരീരം ഒരു സ്തൂപം പോലെ നിർത്താൻ ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസ പ്രക്രിയയോടുകൂടി നിവർന്ന് നിൽക്കുക. ഇനി ഒരു ബിന്ദുവിൽ മനസ്സേകാഗ്രമാക്കിക്കൊണ്ട് ഉപ്പൂറ്റികൾ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് വിരലുകളിൽ സന്തുലനം വലിച്ചു നിൽക്കുക. ഇതാണ് താടാസനത്തിൻ്റെ അന്തിമസ്ഥിതി. ഈ സ്ഥിതിയിൽ സാമാന്യ ശ്വാസത്തിൽ തുടരുക. ആർക്കെങ്കിലും കാൽമുട്ടിനോ ഉപ്പൂറ്റിക്കോ വേദനയുണ്ടെങ്കിൽ അവർ ഉപ്പൂറ്റി ഉയർത്താതിരിക്കുക. ഇനി ശ്വാസം വിട്ട് ഉപ്പൂറ്റി താഴേക്ക് കൊണ്ടുവരിക. കൈവിരലുകൾ അയയ്ക്കുക. എന്നിട്ട് വശങ്ങളിലൂടെ കൈകൾ താഴേക്ക് കൊണ്ടുവരിക. വലിച്ചു പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം അനുഭവിച്ചറിയുക ഇതിലുണ്ടായ പ്രഭാവം. ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആസനത്തിന് ശേഷവും നമ്മൾ അഭ്യാസത്തിൻ്റെ പ്രഭാവം അനുഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം കൂടുതൽ ലഭിക്കും. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. വൃക്ഷാസനം. സാവധാനത്തിൽ തിരിഞ്ഞു നിൽക്കുക. വൃക്ഷാസനം സന്തുലന ശ്രേണിയിലുള്ള ഒരാസനമാണ്. അപ്പോൾ അതിനായി നിങ്ങൾ ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറായിരിക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തേക്കാൽ സാവധാനത്തിൽ മടക്കുക. എന്നിട്ട് വലത്തേക്കാലിൻ്റെ പാദം ഇടത്തേക്കാലിൻ്റെ തുടയിൽ വയ്ക്കുക. ഇനി കൈ സാവധാനത്തിൽ കാൽമുട്ടിൽ വയ്ക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് കൈകൾ തോളറ്റം ഉയർത്തുക. ഇനി കൈകൾ മലർത്തിപ്പിടിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുക നമസ്കാര മുദ്രയിൽ. ഇനി കൈകൾ വലിച്ചു പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ വൃക്ഷാസനത്തിൽ തുടരുക. ഇനി ആർക്കെങ്കിലും പൂർണ്ണസ്ഥിതിയിൽ നിൽക്കാൻ കഴിയില്ലെങ്കിൽ അവർ സരള വൃക്ഷാസനത്തിൻ്റെ അഭ്യാസം ചെയ്യുക. ആ അഭ്യാസം കുറച്ചു മുമ്പേ കാണിച്ചു തന്നിരുന്നു. സാവധാനം തിരിച്ചു വരിക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് വലത്തേക്കാലും താഴേക്ക് കൊണ്ടുവരിക. ഇനി ഈ അഭ്യാസം ഇടത്തേക്കാൽ കൊണ്ട് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തേക്കാൽ മടക്കുക. പാദം തുടയിലേക്ക് ചേർത്ത് വയ്ക്കുക. കൈകൾ വശത്തുകൂടെ കൊണ്ടുവരിക. ശ്വാസമെടുത്ത കൈകൾ വശങ്ങളിലൂടെ മുകളിലേക്ക് കൊണ്ടുപോവുക. മുകളിലേക്ക് കൊണ്ടുപോയി നമസ്കാര മുദ്രയിൽ പിടിക്കുക. ശരീരം നന്നായി വലിച്ചു പിടിക്കുക. സ്ഥിരത കൈവരിക്കുക. കാലിൻ്റെ വിരൽ പതിച്ചു വയ്ക്കുക. ശ്വാസോച്ഛ്വാസം സാമാന്യഗതിയിൽ ഒരു ബിന്ദുവിൽ ഏകാഗ്രമായിരിക്കുക. സാവധാനം ശ്വാസം വിട്ട് തിരിച്ചു വരിക. കാലും തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ആസനത്തിൻ്റെ പ്രഭാവം അറിയുക. വൃക്ഷാസനം ന്യൂറോമസ്കുലറിൽ അഥവാ നാഡീവ്യൂഹത്തിൽ സമന്വയം പ്രദാനം ചെയ്യുന്നു. കൂടെ തന്നെ കാലിൻ്റെ പേശികളെ ബലമുള്ളതാക്കി തീർക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആസനത്തിലേക്ക് പ്രവേശിക്കാം. പാദഹസ്താസനം. അഭ്യാസകളരിയിലെ 3ാമത്തെ അഭ്യാസം പാദഹസ്താസനം. ദിശ മാറുക. കാൽ 2 വിരൽ അകലത്തിൽ വയ്ക്കുക. പാദഹസ്താസനം പൂർണ്ണമായി ചെയ്യാൻ സാധിക്കാത്തവർ അവർ സരള പാദഹസ്താസനത്തിൻ്റെ അഭ്യാസം ചെയ്യുക. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഇരുകൈകളും മുന്നിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകുക.
ആദ്യം മുഴുവൻ ശരീരവും വലിച്ചു പിടിക്കുക. സ്ട്രെച്ച് ചെയ്യുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടുപ്പ് വളയ്ക്കാതെ മുന്നോട്ട് വളയാൻ ശ്രമിക്കുക. എന്നിട്ട് എത്രത്തോളം സാധിക്കുന്നുവോ താഴോട്ട് വലിക്കുക. എന്നിട്ട് ഇരു കൈകളും കാലിനിടയിലേക്ക് വയ്ക്കുക, കഴുത്തും താഴേക്ക്. ഇത് പാദഹസ്താസനത്തിൻ്റെ പൂർണ്ണരൂപമാണ്. സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ തുടരുക. ഇനി ഇവിടെ ആർക്കെങ്കിലും ഇടുപ്പിന് വേദനയോ അല്ലെങ്കിൽ വളരെയധികം കാൽവേദനയോ ഉണ്ടെങ്കിൽ അവർ ഈ അഭ്യാസം ശ്രദ്ധിച്ച് ചെയ്യുക. ശ്വാസം നിറച്ചുകൊണ്ട് മുന്നിലൂടെ കൈകൾ തിരിച്ചു കൊണ്ടുവരിക. ഇടുപ്പ് വളയ്ക്കാതെ കൈകൾ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് മുകളിലേക്ക് പൊങ്ങുക. എന്നിട്ട് ശ്വാസം വിട്ട് കൈകൾ വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവരിക. മുന്നോട്ട് കുനിയുന്ന അഭ്യാസത്തിന് ശേഷം ഇനി പിന്നിലേക്ക് വളയുന്ന അഭ്യാസം, അതായത് അർദ്ധചക്രാസനത്തിൻ്റെ അഭ്യാസം ചെയ്യാം. അർദ്ധചക്രാസനത്തിനായി കണ്ണുകൾ അടയ്ക്കുക. ഇരു കൈകളും ഇടുപ്പിലേക്ക് വയ്ക്കുക. 4 വിരൽ പിന്നിലേക്കും പെരുവിരൽ മുന്നിലേക്കും വരും വിധം. ഇനി കൃത്യ അകലത്തിൽ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ കഴുത്ത് പിന്നിലേക്ക്, കണ്ണുകൾ തുറന്നിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിയും വിധം പിന്നിലേക്ക് വളയുക. കാൽമുട്ടുകൾ വളയ്ക്കരുത്. ശരീരത്തിൻ്റെ മുകൾ ഭാഗം വളയ്ക്കുക, വിശ്രമിക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ആ സ്ഥിതിയിൽ നിൽക്കുക, സാധാരണ ശ്വാസഗതിയിൽ. അതായത് ഒരാസനത്തിലും ശ്വാസം നിയന്ത്രിക്കേണ്ട കാര്യമില്ല. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ തിരിച്ചു വരിക. അവരവർക്ക് കഴിയും പോലെയാണ് ചെയ്യേണ്ടത്, ഓർമ്മിക്കുക. ഇനി കൈകൾ തിരിച്ചു കൊണ്ടുവരിക. ഇതിൻ്റെ പ്രഭാവം എന്താണോ നട്ടെല്ലിന് മുകളിൽ ഉണ്ടായത് അത് അറിയാൻ ശ്രമിക്കുക. അർദ്ധചക്രാസനം ശ്വാസകോശത്തിൻ്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇന്നത്തെ ആ ആസനത്തിൽ അതിൻ്റെ സരളാഭ്യാസം ചെയ്യാം. ശേഷം പ്രധാന ആസനം 2 തവണ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കാം. അത് ത്രികോണാസനമാണ്. തിരിഞ്ഞു നിൽക്കുക. ആദ്യം സരള അഭ്യാസം ത്രികോണാസനത്തിൻ്റെ. ത്രികോണാസനം, ഈ ആസനത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ പൂർണ്ണസ്ഥിതിയിൽ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കുമെന്ന്. അപ്പോൾ ഈ ആസനത്തിനായി കാലുകൾ തോളിൻ്റെ വീതിയിലും അധികം അകലത്തിൽ വയ്ക്കുക. ആദ്യം സരള അഭ്യാസം, അതിലും 2 അഭ്യാസങ്ങൾ ചെയ്ത് കാണിക്കാം. ഇവിടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ തോൾ വരെ പൊക്കുക. കൈകളുടെ പടങ്ങൾ കമഴ്ത്തി പിടിച്ചിരിക്കണം. പാദം ഒരേ അകലത്തിൽ, കൈകൾ തോളിന് സമാന്തരമായി. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനത്തിൽ വലത്തോട്ട് ചരിയുക. എത്ര സാധിക്കുന്നുവോ അത്രയും ചരിക്കുക. വലത്തെ കൈ മുട്ടിനടുത്തേക്ക്. ഇനി സാവധാനത്തിൽ ഇടത്തെ കൈയിൻ്റെ പടം തിരിച്ചു പിടിച്ച് കൈ ചെവിക്കരികിലേക്ക് കൊണ്ടുവരിക, മുട്ടുമടക്കാതെ. ഇത് സരളമായൊരു രീതിയാണ് ത്രികോണാസനത്തിൻ്റെ. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്ത് നിവർന്നു നിൽക്കുക. ഇനി വീണ്ടും ഈ അഭ്യാസം വിപരീത ദിശയിൽ ചെയ്യുക. ശ്വാസം പുറത്തുവിട്ട് ഇടത്തോട്ട് ചരിയുക. ഇനി വലത്തെ കൈ തിരിച്ചു പിടിക്കുക. എന്നിട്ട് വലത്തെ കാതിൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക, മുട്ട് മടക്കാതെ. നാഭിയും നെഞ്ചും പിന്നെ മൂക്കും നേർക്കുനേർ വന്നിരിക്കണം. സാവധാനത്തിൽ തിരിച്ചു വരിക. എന്നിട്ട് നിവർന്നു നിന്നതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ കൂട്ടിവയ്ക്കുക. എന്നിട്ട് വീണ്ടും നിവർന്നു നിൽക്കുക. ഇനി ത്രികോണാസനത്തിൻ്റെ മറ്റൊരു സരള രീതി ചെയ്തു നോക്കാം. കാലുകൾ തോളിലും അധികം അകലം പാലിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും വശങ്ങളിലൂടെ തോൾ വരെ ഉയർത്തുക. സാവധാനം വലത്തേക്കാൽ വലത്തോട്ട് മടക്കുക, 90 ഡിഗ്രി കോണിൽ. സാവധാനത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് വലത്തോട്ട് ചരിയുക. കൂടുതൽ ചരിയരുത്, സാധിക്കും വിധം മാത്രം. ഇടത്തെ കൈ ചെവിക്കരികിലേക്ക് കൊണ്ടുവരിക. ഇത് മറ്റൊരു സരളമായ രീതിയാണ്. ഇനി ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. കാൽമുട്ട് നിവർത്തുക, പാദവും നേരെ വയ്ക്കുക. ഇനി മറ്റേ ദിശയിൽ ഈ അഭ്യാസം ആവർത്തിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കാൽമുട്ട് സാവധാനത്തിൽ മടക്കുക. എന്നിട്ട് ഇടത്തോട്ട് ചരിയുക. കൈ ചെവിക്കടുത്തേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനത്തിൽ നിവർന്നു നിൽക്കുക. ഇനി കൈയും കാലും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കണ്ണുകൾ അടച്ചു പിടിക്കുക. ഇത് എളുപ്പരീതിയിലുള്ളത്. ഇനി നമുക്ക് പൂർണ്ണ രൂപത്തിലുള്ള ത്രികോണാസനത്തിൻ്റെ അഭ്യാസം നമ്മൾ സ്വായത്തമാക്കിയിട്ടുള്ളത്. അത് നമുക്കിവിടെ 2 തവണ ചെയ്യാം. എന്നാൽ ത്രികോണാസനത്തിന് വേണ്ടി തയ്യാറാവുക. കണ്ണുകൾ തുറക്കുക. കാലുകൾ തോളിനും കൂടുതൽ അകത്തി വയ്ക്കുക. ശ്വാസം നിറച്ച് ഇരു കൈകളും തോളറ്റം വരെ വശത്തുകൂടെ ഉയർത്തുക. തോളിന് സമാന്തരമായി വെച്ചതിന് ശേഷം കൈയിൻ്റെ പടങ്ങൾ മലർത്തി പിടിക്കുക.
എന്നിട്ട് വലത്തെ കാലിൻ്റെ പടം വലതുവശത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ചരിയുക. എന്നിട്ട് വലത്തെ കൈയിൻ്റെ വിരലുകൾ വലത്തെ കാൽപാദത്തിന് പിന്നിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചു നോക്കുക. കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ എത്ര ചെയ്യാൻ സാധിക്കുന്നു അത്രയും മാത്രം. കഴുത്ത് തിരിക്കുക. എന്നിട്ട് മുകളിൽ കൈയിൻ്റെ വിരലുകളിലേക്ക് നോക്കാൻ ശ്രമിക്കുക. ശ്രമം നടത്തുക നിങ്ങളുടെ 2 കൈകളും നേർരേഖയിൽ വരാൻ വേണ്ടി. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. ഈ അഭ്യാസം ചെയ്യാൻ പ്രയാസമുള്ളവർ സരള രീതിയിലുള്ളത് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. ഇനി നമുക്ക് ഈ അഭ്യാസം മറുവശത്തേക്ക് ചെയ്യാം. വലത്തേക്കാൽ തിരിച്ചു കൊണ്ടുവരിക. ഇനി ഇടത്തേക്കാൽ ഇടത്തോട്ട് വളയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് സാവധാനത്തിൽ ഇടതുഭാഗത്തേക്ക് ചരിയുക. കൈവിരലുകൾ കാലിൻ്റെ പിന്നിലേക്ക് വയ്ക്കാൻ ശ്രമിക്കുക. കഴുത്ത് തിരിച്ചുകൊണ്ട് കൈയിലേക്ക് നോക്കുക. ശരീരത്തിൻ്റെ ഭാരം മുന്നോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക. അത് ഭാഗത്തേക്ക് തന്നെ. എന്നിട്ട് പൂർണ്ണസ്ഥിതിയിൽ ശ്വാസം സാധാരണഗതിയിൽ തുടരുക. ശ്വാസം നിയന്ത്രിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാവധാനത്തിൽ തിരിച്ചു വരിക ശ്വാസം എടുത്തുകൊണ്ട്. എന്നിട്ട് മെല്ലെ പാദങ്ങൾ നേരെ വയ്ക്കുക. കൈകൾ തിരികെ കൊണ്ടുവരിക. കാലുകൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ത്രികോണാസനം ഇടുപ്പിൻ്റെ ഭാഗത്ത് ഉള്ള അധികമുള്ള കൊഴുപ്പിനെ കുറച്ചു കൊണ്ടുവരാൻ ഒരുപാട് സഹായിക്കുന്നു. കൂടെ തന്നെ നട്ടെല്ലിന് അയവുണ്ടാകാനും ഇത് സഹായകരമാണ്. ഇനി ഈ ആസനം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇതൊന്നുകൂടി ശ്രദ്ധിച്ചു കാണുക. നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നികത്താൻ. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി നോക്കുക. കാലുകൾ തോളിലും കവിഞ്ഞ് അകലം വയ്ക്കണം. ഏകദേശം 2-2.5 അടി. ശ്വാസം എടുത്തുകൊണ്ട് ഇരുകൈകളും വശത്തുകൂടെ തോളിൻ്റെ ഒപ്പം കൊണ്ടുവരിക. മലർത്തിപ്പിടിച്ച് വലത്തെ കൈ വലത്തെ കാലിൻ്റെ പാദത്തിനടുത്തേക്ക് ചരിക്കുക. ഇത് ശ്വാസം വിട്ടുകൊണ്ട് വേണം വലത്തോട്ട് ചരിയാൻ. ചരിയുമ്പോൾ എത്ര സാധിക്കുന്നുവോ അത്രയും ചരിയുക. വലത്തെ കൈയിൻ്റെ വിരലുകൾ വലത്തെ കാലിൻ്റെ പാദത്തിന് പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ പടം വരയ്ക്കെങ്കിലും, കഴിയുമെങ്കിൽ കൂടുതൽ താഴേക്ക്. എന്നിട്ട് മെല്ലെ കഴുത്ത് തിരിച്ച് ഇടത് കൈവിരലിലേക്ക് നോക്കുക. ഈ സ്ഥിതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസഗതിയിൽ തുടരുക. ഇനി മെല്ലെ മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരിക. മധ്യഭാഗത്തേക്ക് കാലിൻ്റെ പാദം നേരെ വയ്ക്കുക. ഇനി ഇടത്തെ കാലിൻ്റെ പാദം ഇടത്തോട്ട് തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനത്തിൽ ഇടത്തോട്ട് ചരിയുക. നാഭിയും നെഞ്ചും മൂക്കും നേർരേഖയിൽ. കഴുത്ത് തിരിച്ച് മേലേക്ക് നോക്കുക. ശരീരത്തിൻ്റെ ഭാരം മുന്നോട്ട് വരാതെ ശ്രദ്ധിക്കണം. തല തിരിച്ചു പിടിച്ച് കൈവിരലുകളിലേക്ക് നോക്കുക. എന്നിട്ട് ഇരു കൈകളും നേർരേഖയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അലൈൻമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ തിരിച്ചു വരിക. ഇനി മെല്ലെ ഇടത്തെ കാലിൻ്റെ പാദം നേരെ വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. കാലുകൾ ചേർത്ത് വെച്ച് വിശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തനുഭവം ഉണ്ടാകുന്നുവോ അത് തിരിച്ചറിയുക. അതായത് നിന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ, അതായത് ശാരീരികമായ എന്ത് മാറ്റങ്ങളുണ്ടായി അത് അനുഭവിച്ചറിയുക. ശ്വാസനിശ്വാസങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് മാറ്റങ്ങൾ വന്നു, മാനസികമായി എന്ത് മാറ്റമാണ് വന്നത്, അതിൻ്റെ അനുഭവം. ഇനി അടുത്ത ശ്രേണിയിലേക്ക് നീങ്ങാം. ഇരുന്നു കൊണ്ട് ചെയ്യുന്ന അഭ്യാസങ്ങളിലേക്ക്. മെല്ലെ തിരിഞ്ഞു നിൽക്കുക അടുത്ത ദിശയിലേക്ക്. എന്നിട്ട് അവനവൻ്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഇനി ഇരുന്നുകൊണ്ട് ചെയ്യാനുള്ള ആസനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാവുക. ഏറ്റവും പ്രധാനം വിശ്രമാസനമാണ്. കൈകൾ പിന്നിലേക്ക് വയ്ക്കുക. എന്നിട്ട് കൈകൾ ഊന്നിക്കൊണ്ട് കഴുത്ത് സാവധാനത്തിൽ പിന്നിലേക്ക് വളയ്ക്കുക. കാലുകൾ അല്പം അകത്തി വയ്ക്കുക, പാദം പുറത്തേക്ക് പിടിച്ച്. ഇത് വിശ്രമാസനമാണ്. ഇരുന്ന് ചെയ്യുന്ന ആസനങ്ങൾക്ക് മുമ്പായി ചെയ്യുന്ന സ്ഥിതി. അഭ്യാസം അവസാനിപ്പിച്ചതിന് ശേഷം ചെയ്യുന്ന വിശ്രമസ്ഥിതി. ഇനി നമുക്ക് അടുത്ത അഭ്യാസങ്ങളിലേക്ക് കടക്കാം. ദണ്ഡാസനം. കണ്ണുകൾ തുറക്കുക. എന്നിട്ട് സാവധാനത്തിൽ കാലുകൾ അടുപ്പിക്കുക. കൈകൾ നിതംബത്തിനടുത്ത് കൊണ്ടുവരിക. കൈവിരലുകൾ വരേണ്ടത് തുടയ്ക്ക് സമാന്തരമായാണ്. എന്നിട്ട് സാവധാനം കൈകളിൽ മെല്ലെ ഭാരം കൊടുത്തുകൊണ്ട് ഇടുപ്പ് നേരെ പിടിക്കുക. കഴുത്ത് നിവർത്തി പിടിക്കുക. ഓർമ്മിക്കുക, ഉപ്പൂറ്റിയും കാൽമുട്ടും പാദങ്ങളും ചേർന്നിരിക്കണം. ഇടുപ്പ് നിവർത്തി പിടിക്കുക. ഇത് ദണ്ഡാസനത്തിൻ്റെ പൂർണ്ണസ്ഥിതിയാണ്. സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് അറിയുക. ഒന്നുകിൽ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഈ ആസനം ആസ്വദിക്കുക. എന്നിട്ട് ആസനത്തിൽ ലയിക്കുക.
മെല്ലെ കണ്ണുകൾ തുറക്കുക. ഇനി സാവധാനം തിരിച്ചു വരിക. കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോകുക. വീണ്ടും വിശ്രമാവസ്ഥയിൽ വിശ്രമിക്കുക. ദണ്ഡാസനം ശരീരത്തിന് സ്വാസ്ഥ്യം നൽകുന്നു, കൂടാതെ നട്ടെല്ലിനെ സുശക്തമാക്കുന്നു. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് കിടക്കാം. അടുത്ത അഭ്യാസം ഭദ്രാസനം. ഭദ്രാസനം നമുക്ക് സരളമായ രീതിയിലും ചെയ്യാം. ശേഷം നമുക്കതിൻ്റെ പൂർണ്ണരൂപവും മനസ്സിലാക്കാം. ഭദ്രാസനത്തിനായി വീണ്ടും ദണ്ഡാസനത്തിൻ്റെ രീതിയിലിരിക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ നിതംബത്തിനടുത്ത് വയ്ക്കുക. ഏറ്റവും ആദ്യം ഭദ്രാസനത്തിൽ സരളമായ രീതി പഠിക്കുക. അതിനായി നിങ്ങൾക്ക് കുഷ്യൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കുഷ്യൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു കമ്പിളിയോ വിരിയോ ഉപയോഗിക്കാം. അത് ഫോൾഡ് ചെയ്ത് നിതംബത്തിന് താഴെ വയ്ക്കാം. അതിന് മുകളിൽ ഇരിക്കുക. ഇനി വീണ്ടും ദണ്ഡാസനത്തിലേക്ക് വരിക. എന്നിട്ട് ശ്വാസമെടുത്തുകൊണ്ട് രണ്ട് കാലുകളും മടക്കി പിടിക്കുക. അതിന് ശേഷം ശ്വാസമെടുത്ത് സാവധാനത്തിൽ കൈകൾ കൊണ്ട് കാലിൻ്റെ വിരലുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. ഇനി വീണ്ടും ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഉപ്പൂറ്റികൾ കഴിയുന്നതും അടുപ്പിച്ചു പിടിക്കുക. ഇത് സരളമായ രീതിയാണ്. ഓർമ്മിക്കുക, കാൽമുട്ടിൽ വേദനയുള്ളവർ ഈ അഭ്യാസം കഴിവിനനുസരിച്ച് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം, അല്ലെങ്കിൽ യോഗാചരനെ കണ്ടു ചെയ്യുക. ഇനി സാവധാനം തിരിച്ചു വരിക. കാലുകൾ നീട്ടിവെക്കുക. എന്നിട്ട് കൈകൾ കൊണ്ട് നിതംബത്തിന് താഴെ വെച്ച കുഷ്യൻ, ഇതിൽ വിരി എന്താണോ നിങ്ങൾ ഉപയോഗിച്ചത് അത് മാറ്റുക. ഭദ്രാസനം സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമാണ്. ഭദ്രമെന്ന് വെച്ചാൽ ശുഭം. ഈ ആസനം ഇനി നമ്മൾ പൂർണ്ണരൂപത്തിൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ വീണ്ടും ദണ്ഡാസനത്തിൻ്റെ സ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് സാവധാനത്തിൽ ഇരു കാൽമുട്ടുകളും മടക്കുക. ഇരു കാൽപാദങ്ങളും അടുപ്പിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈവിരലുകളും കോർത്തിണക്കുക. എന്നിട്ട് കാലിൻ്റെ പാദങ്ങളെ പിടിക്കുക. ഇനി കഴിയുന്നിടത്തോളം ഉപ്പൂറ്റികൾ അടുപ്പിക്കുക. എന്നിട്ട് കാൽമുട്ടുകൾ താഴേക്ക് അമർത്തുക. നട്ടെല്ല് നിവർത്തി പിടിക്കുക. ഇത് ഭദ്രാസനത്തിൻ്റെ പൂർണ്ണസ്ഥിതിയാണ്. കണ്ണുകൾ അടച്ചു പിടിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി ഈ സ്ഥിതിയിൽ തുടരുക. ആർക്കെങ്കിലും കാൽമുട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ചിലർക്ക് കാൽമുട്ടിൽ വേദനയുണ്ടായിരിക്കും, അവർ ഈ അഭ്യാസം വളരെ ശ്രദ്ധിച്ചു ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ സരളമായ രീതി ചെയ്യാവുന്നതാണ്. ഇനി സാവധാനത്തിൽ തിരിച്ചു വരിക. കാലുകൾ നിവർത്തി വയ്ക്കുക. എന്നിട്ട് കൈകൾ പിന്നിലേക്ക് വെച്ച ശേഷം വിശ്രമാവസ്ഥയിൽ തിരിച്ചു വരിക. ഭദ്രാസനം ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് വളരെ നല്ലതാണെന്ന്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെൽവിക് മസിലിനെ അയയാൻ സഹായിക്കുന്നു. വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഇരു കാലുകളുടെയും പാദങ്ങൾ കൂട്ടിവെക്കുക. കാൽമുട്ടുകൾ മടക്കുക. എന്നിട്ട് ശ്വാസം നിറച്ചുകൊണ്ട് പാദങ്ങൾ പിടിക്കുക. ഉപ്പൂറ്റികൾ കഴിയുന്നിടത്തോളം അടുപ്പിക്കുക. ഇടുപ്പ് നിവർത്തി പിടിക്കുക. എന്നിട്ട് പൂർണ്ണസ്ഥിതിയിൽ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ തുടരുക. തല മുതൽ ഇടുപ്പിൻ്റെ ഭാഗവും പിന്നെ നട്ടെല്ലും ഒരേ രേഖയിൽ കൊണ്ടുവരിക. ഇനി സാവധാനം കണ്ണുകൾ തുറക്കുക. എന്നിട്ട് വിശ്രമാസനത്തിൽ വരിക. വിശ്രമിക്കുക. കാലുകൾ നീട്ടിവെക്കുക. കൈകൾ പിന്നിലേക്ക് വയ്ക്കുക. പാദങ്ങൾ വശങ്ങളിലേക്ക് പിടിക്കുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. വജ്രാസനം. വജ്രാസനത്തിനായി സാവധാനം കണ്ണുകൾ തുറക്കുക. കാലുകൾ ചേർത്ത് വയ്ക്കുക. കൈകൾ നിതംബത്തിനെടുത്ത് വയ്ക്കുക, അതായത് ദണ്ഡാസനത്തിലിരിക്കുക. ഇനി ഇവിടെ നിന്നും സാവധാനത്തിൽ വലത്തേക്കാൽ മടക്കുക. എന്നിട്ട് വലത്തേ കാലിൻ്റെ ഉപ്പൂറ്റി നിതംബത്തിനരികിൽ കൊണ്ടുവരിക. ഇനി ഇപ്രകാരം തന്നെ ഇടത്തേക്കാലും ചെയ്യുക. ഓർമ്മിക്കുക, നിങ്ങളുടെ കാലിൻ്റെ പെരുവിരലുകൾ തമ്മിൽ സ്പർശിച്ചിരിക്കണം. ഉപ്പൂറ്റികൾക്കിടയിലിരിക്കാൻ ശ്രമിക്കുക. ഇനി സാവധാനത്തിൽ ഇരു കൈകളും കാൽമുട്ടിൽ വയ്ക്കുക. ഇനി ഇതാർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ പൂർണ്ണമായിട്ടുള്ള സ്ഥിതി അവർക്ക് സരളമായ രീതിയിൽ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ കളരിയിൽ പഠിച്ചിട്ടുണ്ടത്. ചിലരുടെ കാൽമുട്ടൽപ്പം അകത്തി വയ്ക്കുന്നത് കാണാറുണ്ട്. അവനവന് സാധിക്കുന്ന തരത്തിൽ ചെയ്താൽ മതി. പൂർണ്ണസ്ഥിതിയിൽ കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കണം. കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ട് ഈ സ്ഥിതിയിൽ തുടരുക.
വജ്രാസനം. കാൽമുട്ടിൽ വേദനയുള്ളവർ ഈ ആസനം ചെയ്യാതിരിക്കുക. പിന്നെ ഈ ഒരു ആസനം മാത്രമാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ചെയ്യാൻ സാധിക്കുന്നതും അതിൻ്റെ ഗുണം നേടാൻ സാധിക്കുന്നതും. ഇനി സാവധാനത്തിൽ തിരിച്ചു വരിക. ഇനി ഇവിടുന്ന് അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. അടുത്ത അഭ്യാസം അർദ്ധോഷ്ട്രാസനം. സാവധാനത്തിൽ കാൽമുട്ടിൽ നിവർന്നു നിൽക്കുക. കാൽമുട്ടുകൾ ആവശ്യമെങ്കിൽ ഏതാനും ഇഞ്ച് അകത്തിവെക്കാം. ഇനി ഇരു കൈകളും സാവധാനത്തിൽ നിതംബത്തിൽ വയ്ക്കുക. വിരലുകൾ താഴ്ഭാഗത്തേക്ക്. ഇരു കൈമുട്ടുകളും തുല്യ അകലത്തിൽ വയ്ക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് സാവധാനത്തിൽ കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോവുക. കണ്ണുകൾ തുറന്നിരിക്കണം. ശ്വാസം പുറത്തേക്ക് വിട്ട് അല്പം കൂടെ പിന്നിലേക്ക് വളയുക സാധിക്കുമെങ്കിൽ. പൂർണ്ണസ്ഥിതിയിൽ സാധാരണ ശ്വാസോച്ഛ്വാസമാണ് ചെയ്യേണ്ടത്. അർദ്ധോഷ്ട്രാസനം ആർക്കാണെന്ന് വെച്ചാൽ ഉഷ്ട്രാസനത്തിൻ്റെ അഭ്യാസം ചെയ്യാൻ സാധിക്കാത്തവർക്ക്. ഈ ആസനം ശ്വാസകോശങ്ങളുടെ ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സാവധാനത്തിൽ മടങ്ങി വരിക. എന്നിട്ട് വജ്രാസനത്തിൻ്റെ സ്ഥിതിയിൽ വന്നിരിക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ബാക്ക്വേർഡ് ബെൻഡിങ്ങിന് ശേഷം, അതായത് ഇടുപ്പ് പിന്നിലേക്ക് വളച്ചതിന് ശേഷം മുന്നിലേക്ക് വളയ്ക്കുന്ന അഭ്യാസം. ഇതിൻ്റെ വിപരീതാസനം ശശകാസനം. ശശകാസനത്തിനായി കണ്ണുകൾ തുറക്കുക. കൈകൾ കൊണ്ട് കാൽമുട്ട് വിടർത്തുക. ഇരു കൈകളും കാൽമുട്ടിനിടയിൽ വയ്ക്കുക. എന്നിട്ട് ശ്വാസം പുറത്തുവിട്ട് സാവധാനത്തിൽ മുന്നിലേക്ക് ആയുക. കഴിയുന്നത്രയും ആയുക. എന്നിട്ട് സാവധാനം നിങ്ങളുടെ താടിയും നെഞ്ചിൻ്റെ ഭാഗവും മുന്നിലേക്ക് പിടിക്കുക. സാധിക്കുന്നിടത്തോളം നിലത്ത് മുട്ടിക്കുക. എന്നിട്ട് ഈ സ്ഥിതിയിൽ വിശ്രമിക്കുക. ഇതാണ് ശശകാസനത്തിൻ്റെ പൂർണ്ണസ്ഥിതി. ഇടുപ്പിൽ വലിവുണ്ടാകുന്നത് തിരിച്ചറിയുക. ഓർമ്മിക്കുക, നിതംബത്തിൻ്റെ ഭാഗം പൊങ്ങരുത്. എന്നാൽ കാൽമുട്ടിൽ പ്രശ്നമുള്ളവർ ഈ ആസനം ഈ തരത്തിൽ ചെയ്യാതെ അവനവന് സാധിക്കും പോലെ സരളമായി ചെയ്യുക. സാവധാനത്തിൽ തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മെല്ലെ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് കൈയിൻ്റെ സഹായത്താൽ കാൽമുട്ടുകൾ കൂട്ടിവയ്ക്കുക. എന്നിട്ട് വജ്രാസനത്തിൽ ഇരിക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ശ്രേണിയിലേക്ക് പോകുന്നു. എന്നാൽ ഇരുന്നു കൊണ്ട് ഇതുവരെയ്ക്കും എത്ര ആസനങ്ങൾ ചെയ്തുവോ അവയുടെ പ്രഭാവം തിരിച്ചറിയണം. ഇനി അത് വിശ്രമാസനമോ ദണ്ഡാസനമോ ഭദ്രാസനമോ വജ്രാസനമോ അർദ്ധോഷ്ട്രമോ ശശകമോ ശാരീരികവും മാനസികവുമായ പ്രഭാവം അറിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ മുന്നോട്ട് കുനിയുക. എന്നിട്ട് കൈകളൊന്നി കമഴ്ന്ന് കിടക്കുക. ഇനി കമഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ആസനങ്ങളിൽ ഏറ്റവും ആദ്യം മകരാസനം. കാലുകൾ ഏതാനും ഇഞ്ച് അകത്തി വയ്ക്കുക. പാദങ്ങൾ പുറത്തേക്ക്. കൈമുട്ടുകൾ മടക്കിക്കൊണ്ട് ഒരു കൈപ്പടത്തിന് മുകളിലായി മറ്റേ കൈപ്പടം വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ കവിളിൻ്റെ ഭാഗം കൈപ്പടത്തിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് വിശ്രമിക്കുക. കണ്ണുകൾ അടച്ചു പിടിക്കുക. ഇത് മകരാസനത്തിൻ്റെ പൂർണ്ണസ്ഥിതിയാണ്. മകരാസനം വിശ്രമത്തിൻ്റെ ശ്രേണിയിൽ, വിശ്രമദായക ശ്രേണിയിൽ വരുന്നതാണ്. ഇത് കമഴ്ന്നു കിടന്ന് ചെയ്യേണ്ട ആസനങ്ങൾക്ക് പൂർണ്ണ തയ്യാറെടുപ്പാണെന്നും പറയാം. ഇനി നമുക്ക് അടുത്ത അഭ്യാസത്തിലേക്ക് നീങ്ങാം. സരള ഭുജംഗാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. രണ്ടു കൈകളും ഒരു തവണ മുന്നിലേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് സാവധാനത്തിൽ കൈമുട്ടുകൾ മടക്കിക്കൊണ്ട് അവ ശരീരത്തിനടുത്തേക്ക് കൊണ്ടുവരിക. കൈമുട്ടുകളും കൈപ്പടങ്ങളും താഴെ നിലത്ത് പതിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ കഴുത്ത് പൊക്കുക. അടുത്ത അഭ്യാസം സരള ഭുജംഗാസനം. തോൾ പൊക്കുക. നെഞ്ച് എത്രയും ഉയർത്താൻ സാധിക്കുന്നു അത്രയും ഉയർത്തുക. കൈകൾ ശരിക്കു വയ്ക്കുക. സരള ഭുജംഗാസനം നട്ടെല്ലിന് അയവുണ്ടാക്കുന്നു. കൂടെ തന്നെ ഇടുപ്പിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാനും ഒരുപാട് സഹായിക്കുന്നു. കാലുകൾ ചേർത്ത് വയ്ക്കുക. കഴിയുന്നിടത്തോളം പിന്നിലോട്ട് വളയുക. ഇനി സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക. എന്നിട്ട് മകരാസനത്തിൽ ഒന്നുകൂടി വിശ്രമിക്കുക. ഇനി ഇവിടെ നിന്നും നമുക്ക് ഇന്നത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള മൂന്നാമത്തെ ആസനം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത് ആ ആസനത്തിലേക്ക് പോകാം. ഏകപാദ ശലഭാസനം അഥവാ അർദ്ധശലഭാസനം. കാലുകൾ ചേർത്ത് വയ്ക്കുക. ശലഭാസനത്തിൻ്റെ പൂർണ്ണരൂപം ഇന്ന് ഈ കളരിയിലൂടെ ചെയ്യുന്നില്ല. അത് നാളത്തെ കളരിയിൽ ചെയ്യാം. ശലഭാസനം ചെയ്യാൻ സാധിക്കാത്തവർ അതിൻ്റെ സരള രൂപമെന്ന് പറയാവുന്നതാണ്. ഏകപാദ ശലഭാസനം. ഇരു കൈകളും തുടയ്ക്കരികിലേക്ക് കൊണ്ടുവരിക. കാലുകൾ ചേർത്ത് വെച്ചതിന് ശേഷം
താടി നിലത്ത് മുട്ടിക്കുക. കൈകൾ കമഴ്ത്തി വച്ചിരിക്കണം. ശ്വാസം ഉള്ളിലേക്കെടുത്ത് മുട്ടുമടക്കാതെ വലത്തെ കാൽ കഴിയുന്നതും ഉയർത്തുക. കാലടി മുകളിലേക്ക്. ഈ ഒരു സ്ഥിതിയിൽ എത്ര സാധിക്കുന്നു അത്രയും ഉയർത്തുക. അങ്ങനെ നിൽക്കുക. ശ്വാസം നിയന്ത്രിക്കേണ്ട കാര്യമില്ല. സാവധാനം കാൽ താഴേക്ക് കൊണ്ടുവരിക. ഇനി ഇടത്തേ കാൽ കൊണ്ട് ഈ അഭ്യാസം ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് കാൽ വീണ്ടും ഉയർത്തുക. ആ സ്ഥിതിയിൽ തുടരുക. ഈ ആസനം സയാറ്റിക വേദന ദൂരീകരിക്കാൻ, സയാറ്റിക വേദന അനുഭവിക്കുന്നവർക്ക് ഈ ആസനം അവർക്ക് വളരെ നല്ലതാണ്. ഇനി മെല്ലെ താഴേക്ക് വരിക. എന്നിട്ട് മകരാസനത്തിൽ വിശ്രമിക്കുക. ഒരിക്കൽ കൂടി ഈ അഭ്യാസം ആവർത്തിക്കുക. കൈകൾ ഒരിക്കൽ കൂടി മുന്നോട്ട് വലിച്ചു പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്നും കൈകൾ വശത്തുകൂടെ തുടയ്ക്കരികിലേക്ക് കൊണ്ടുവരിക. ശലഭാസനം ചെയ്യാൻ സാധിക്കാത്തവർ അർദ്ധശലഭാസനം ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം അർദ്ധശലഭാസനം ചെയ്യുക, അതിൻ്റെ സരളമായ രീതി. ശ്വാസം എടുത്തുകൊണ്ട് വലത്തേക്കാൽ ഉയർത്തുക. ശ്രദ്ധിച്ച്. ശലഭാസനം പൂർണ്ണമായി ചെയ്യാൻ സാധിക്കാത്തവർ ശലഭം, പൂമ്പാറ്റയുടെ ആകൃതി. സാവധാനം തിരിച്ചു വരിക. ഇതേ അഭ്യാസം മറ്റേ കാൽ കൊണ്ട് ചെയ്യുക, വിപരീത ദിശയിൽ. തിരിച്ചു വരിക. ഇനി മകരാസനത്തിൽ വിശ്രമിക്കുക. ഇനിയുള്ള അഭ്യാസങ്ങളിലേക്ക് നീങ്ങാം. എന്നാൽ ആദ്യം ഈ അഭ്യാസത്തിൻ്റെ പ്രഭാവം അറിയുക. അതിനുശേഷം മെല്ലെ തിരിഞ്ഞ് മലർന്നെടുക്കുക. മലർന്ന് കിടന്ന് ഇന്നത്തെ കളരിയിൽ നമ്മൾ 2 അഭ്യാസങ്ങൾ ചെയ്യാം. പവനമുക്താസനം, ശവാസനം. അപ്പോൾ ഏറ്റവും ആദ്യം അതിനായി തയ്യാറാവുക. മലർന്നിടന്ന് 2 കാലുകളും ചേർത്ത് വയ്ക്കുക. 2 കൈകളും തുടയ്ക്കരികിൽ കൊണ്ടുവന്ന് വലിച്ചു പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും പതുക്കെ പൊക്കുക. കാൽമുട്ട് മടക്കാതെ നിവർത്തി പിടിച്ചിരിക്കണം. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് കാൽമുട്ടുകൾ പതിയെ മടക്കുക. എന്നിട്ട് കാൽമുട്ട് നെഞ്ചിനടുത്തേക്ക് കൊണ്ടുവരിക. ഇനി വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസം എടുക്കുക. ഇനി കൈകൾ ഉയർത്തിപ്പിടിച്ച് വിരലുകൾ കോർത്ത് പിടിക്കുക. എന്നിട്ട് കാൽമുട്ടിൻ്റെ താഴെ പിടിക്കുക. പാദങ്ങൾ വലിച്ചു വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് പൊക്കുക. എന്നിട്ട് താടിയോ മൂക്കോ കാൽമുട്ടിനിടയിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഇത് പവനമുക്താസനത്തിൻ്റെ പൂർണ്ണ രൂപമാണ്. ആർക്കെങ്കിലും കഴുത്തുവേദനയോ മറ്റോ ഉണ്ടെങ്കിൽ കഴുത്തുയർത്താതിരിക്കുക. ഇനി ആർക്കെങ്കിലും പവനമുക്താസനം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കാലുകൾ അല്പം അകത്തി വയ്ക്കാം. ഇനി സാവധാനം തിരിച്ചു വരിക. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് താഴേക്ക്, കൈകൾ മടക്കിക്കൊണ്ടുവരിക. കാലുകൾ നിവർത്തി വയ്ക്കുക മുകളിലേക്ക്. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് 2 കാലുകളും നിവർത്തി പിടിക്കുക. എന്നിട്ട് വിശ്രമിക്കുക. ശവാസനം. ഇനി അടുത്ത അഭ്യാസം ശവാസനം. ശവാസനം മലർന്നു കിടന്ന് ചെയ്യുന്ന ആസനങ്ങളിൽ ഒരു വിശ്രമിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഈ ആസനം മുഴുവൻ ശരീരത്തിനും മനസ്സിനും ശിഥിലത ഉണ്ടാകാൻ വളരെ ഉപകാരപ്രദമാണ്. ക്ഷീണം അകറ്റാനും സഹായിക്കുന്നു. എന്നാൽ വരും നോക്കാം ശവാസനത്തിൻ്റെ അഭ്യാസം ചെയ്യാം. തോളിൻ്റെ വീതിയിലും കൂടുതൽ കാലകത്തി വയ്ക്കുക. പാദങ്ങൾ പുറത്തേക്ക്, കൈകൾ തുടയിൽ നിന്നും അല്പം ദൂരം വയ്ക്കുക. കൈപ്പടങ്ങൾ മലർത്തി വേണം വയ്ക്കാൻ. ഈ സ്ഥിതിയെ ശവാസനത്തിൻ്റെ സ്ഥിതി എന്ന് വിളിക്കുന്നു. എന്നാൽ ശാരീരികമായ സ്ഥിതിക്കപ്പുറം നിങ്ങളുടെ ചേതനയുടെ യാത്ര കാലിൻ്റെ പടം മുതൽ ശിരസ് വരെ കൊണ്ടുപോകുന്നു. അതായത് കാലിൻ്റെ വിരലുകൾ കണ്ണുകൾ അടച്ചു നോക്കി അയച്ചുവിടുക. കാലിൻ്റെ ഉപ്പൂറ്റികൾ അനുഭവിച്ചറിയുക, കൂടുതൽ അയച്ചുവിടുക. ഇപ്രകാരത്തിൽ കാലിൻ്റെ ഉപ്പൂറ്റി മുതൽ തലവരേക്കും ഒരു ഭാഗത്തും വലിവ്, ടെൻഷൻ, ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ അയച്ചുവിടുക. കാൽവണ്ണ, കാൽമുട്ട്, തുട, നിതംബം, അങ്ങനെ മെല്ലെ മെല്ലെ മുകളിലേക്ക് ശരീരത്തിൽ അനുഭവിച്ചറിയുക. ഓരോരോ അംഗവും അയച്ചുവിടുക. ശരീരത്തിലെ ഓരോരോ അവയവവും ശിഥിലമാക്കുക. ഇനി ശരീരത്തിലേക്ക് വന്നു പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക.
അകത്തേക്ക് പ്രവേശിക്കുന്ന ശ്വാസം, പുറത്തേക്ക് പ്രവഹിക്കുന്ന ശ്വാസം, വന്നും പോകുന്ന ആ ശ്വാസത്തെ, ഓരോ ശ്വാസനിശ്വാസം ശരീരത്തിന് കൂടുതൽ ശിഥിലം, കൂടുതൽ ശാന്തം, കൂടുതൽ അയവ്. ദീർഘശ്വാസമെടുക്കുക. ശവാസനം. വരാൻ പോകുന്ന അഭ്യാസങ്ങൾക്കായി ശരീരത്തെ തയ്യാറാക്കിയെടുക്കുന്നു. ശവാസനത്തിൽ കൂടുതൽ ശാന്തവും കൂടുതൽ ശിഥിലവും ആയിത്തീരുക. ഓരോ നിശ്വാസത്തോടൊപ്പവും ശരീരത്തെ കൂടുതൽ ശിഥിലമാക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന അഭ്യാസങ്ങളിലേക്ക് കടക്കാം. ഇന്നത്തെ കളരിയിൽ ചെയ്യാൻ പോകുന്ന അഭ്യാസങ്ങളിലേക്ക് തിരിച്ചു വരാനായി ശ്വാസോച്ഛ്വാസം ചെയ്യുക. ശവാസനത്തിൽ നിന്നും പുറത്തു വരാനായി ഒന്നുകൂടി ദീർഘശ്വാസം എടുക്കുക, ദീർഘശ്വാസം വിടുക. എന്നിട്ട് കൈകാലുകൾ ചെറുതായി അനക്കുക. മൂവ് യുവർ ഫിംഗേഴ്സ് ആൻഡ് ടോസ്. സാവധാനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ചരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായി നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് ആ ഭാഗത്തെ കൈ തലയണയാക്കുക. ആ സ്ഥിതിയിൽ 1-2 ശ്വാസം എടുക്കുക. എന്നിട്ട് കൈയൂന്നി അവനവൻ്റെ സ്ഥാനങ്ങളിലിരിക്കുക. സ്വയം ഒന്ന് പൊരുത്തപ്പെടുക. ഇവിടെ കുറച്ച് ദീർഘശ്വാസോച്ഛ്വാസത്തിൻ്റെ അഭ്യാസങ്ങൾ ചെയ്യാം. അതായത് ആഴത്തിലുള്ള ശ്വസനക്രിയയുടെ അഭ്യാസം, ഡീപ് ബ്രീത്തിങ്ങിൻ്റെ അഭ്യാസം. ഏതെങ്കിലും ഒരു ധ്യാനാത്മക ആസനത്തിലിരിക്കുക. കൈകൾ ജ്ഞാനമുദ്രയിൽ, കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് വിടുക. എന്നിട്ട് നീണ്ട ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. ശ്വാസമെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉദരം, പിന്നെ നെഞ്ചിൻ്റെ ഭാഗം, പിന്നെ തോളിൻ്റെ ഭാഗം വികസിക്കുന്നത് കാണുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുകളിൽ നിന്ന് താഴേക്ക്. അങ്ങനെ 2-3 തവണ ശ്വാസം എടുക്കുക. നീണ്ട ആഴത്തിലുള്ള ശ്വാസം, നീണ്ട ആഴത്തിലുള്ള ശ്വാസം പുറത്തേക്ക് വിടുക. ദീർഘശ്വാസോച്ഛ്വാസം കൊണ്ട് തയ്യാറെടുക്കുന്നു. ഇനി അങ്ങോട്ടുള്ള പ്രാണായാമത്തിലേക്ക്. ഇനി ദീർഘശ്വാസോച്ഛ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അനുലോമ വിലോമ പ്രാണായാമം അഥവാ നാഡീശോധന പ്രാണായാമം. ഒരിക്കൽ കൂടി അവനവനെ ശ്രദ്ധിക്കുക. തയ്യാറായിരിക്കുക. ഏതെങ്കിലും ഒരു ധ്യാനാത്മകാസനത്തിൽ ഇരിക്കുക. ഇരിപ്പിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ഇടത്തെ കൈ ധ്യാനമുദ്രയിൽ വയ്ക്കുക, വലത്തെ കൈ പ്രാണായാമ മുദ്രയിൽ പിടിക്കുക. മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ഈ മുദ്രയിൽ വലത്തെ മൂക്കടച്ചു പിടിക്കുക. എന്നിട്ട് ഇടത്തെ മൂക്കിലൂടെ ദീർഘശ്വാസം എടുക്കുക. ഇനി 2 മൂക്കുകളും മെല്ലെ അടച്ചു പിടിക്കുക. എന്നിട്ട് വലത്തെ മൂക്ക് തുറക്കുക. ശേഷം നീണ്ട ആഴത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഏത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടുവോ അതിലൂടെ മെല്ലെ ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് മൂക്ക് അടച്ചു പിടിക്കുക. ശേഷം മറ്റേ മൂക്കിലൂടെ നീണ്ട ആഴത്തിലുള്ള ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് അനുലോമ വിലോമത്തിൻ്റെ ഒരു വട്ടമായി. ഇങ്ങനെ 3 വട്ടം കൂടി ചെയ്യുക. ഒരു തവണ ശ്വാസോച്ഛ്വാസം നടക്കുന്നു ഒരു മൂക്കിലൂടെ, പിന്നെ ദീർഘശ്വാസനിശ്വാസം മറ്റേ മൂക്കിലൂടെ. നിങ്ങൾ ചെയ്തത്, അതായത് ദീർഘശ്വാസം എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ ദീർഘശ്വാസം വിടുന്നു, വീണ്ടും ദീർഘശ്വാസം എടുക്കുന്നു, മറ്റേ മൂക്കിലൂടെ ദീർഘശ്വാസം വിടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ അനുലോമ വിലോമത്തിൻ്റെ അഭ്യാസം ചെയ്യുകയായിരുന്നു. ഈ അഭ്യാസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ ശാന്തി കൈവരുത്തുന്നു.
ഈ അഭ്യാസം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും സമന്വയം കൈവരിക്കാൻ സഹായിക്കുന്നു. പിന്നെ മനസ്സിനെ ശാന്തിയുടെ തീരത്തേക്ക് കൊണ്ടുപോകുന്നു. ഓർമ്മിക്കുക, നിങ്ങളുടെ ശ്വാസം നീണ്ടതും ആഴത്തിലുള്ളതും ലയബദ്ധവുമായിരിക്കണം. അങ്ങനെ 3 തവണ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കൈകൾ മെല്ലെ താഴേക്ക് കൊണ്ടുവരിക. ഈ അഭ്യാസം ചെയ്യുമ്പോൾ ഒരിക്കലും പെട്ടെന്നൊന്നും ചെയ്യരുത്. സ്വാഭാവികതയോടെ ചെയ്യുക. അനുലോമ വിലോമ പ്രാണായാമത്തിന് ശേഷം ശാന്തമായ മനസ്സിനെ കൂടുതൽ ശാന്തതയിലേക്ക് കൊണ്ടുപോകുന്നു ധ്യാനം. ധ്യാനമുദ്രയിൽ ഇരിക്കുക. ഇപ്പോഴിരിക്കുന്ന ആസനം ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇരിപ്പുറപ്പിച്ച് വീണ്ടും ധ്യാനമുദ്രയിലേക്ക് വരിക. കണ്ണുകളടച്ച് നടു നിവർത്തി പിടിക്കുക. ഒന്നുകൂടി നോക്കുക ശാരീരിക സ്ഥിതി എങ്ങനെയാണെന്ന്. അടഞ്ഞ കണ്ണുകൾ കൊണ്ട് അനുഭവിച്ചറിയുക ഭൂമിയുടെ സ്പർശം. നടു നിവർത്തി പിടിക്കണം. കഴുത്തിൻ്റെ സ്ഥിതി. മുഖം സ്വാഭാവികവും ശാന്തവുമാക്കി വയ്ക്കുക. ശരീരത്തിൻ്റെ അവസ്ഥ നോക്കിയതിന് ശേഷം ശരീരത്തിൽ വന്നു പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഓരോ ശ്വാസവും ശ്രദ്ധിക്കുക. ഓരോ നിശ്വാസവും ശ്രദ്ധിക്കുക. അതായത് നടക്കുന്ന ശ്വാസോച്ഛ്വാസം തിരിച്ചറിയുക. പുറത്തേക്ക് വിടുന്ന ശ്വാസവും അനുഭവിച്ചറിയുക. അങ്ങനെ മെല്ലെ ശ്വാസത്തിൻ്റെ അനുഭൂതിക്ക് ശേഷം ശരീരത്തിലെ സംവേദനകളുടെ അനുഭൂതി. ശരീരം, ശ്വാസം, സംവേദനകൾ, ഇത്തരത്തിൽ ഉള്ളിലൂടെ ഒരു യാത്ര ചെയ്യാം. ധ്യാനം യോഗയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ധ്യാനം നമുക്ക് സ്വയം ലയിച്ചു ചേരാനുള്ള ഒരു മാധ്യമമായി മാറുന്നു. ധ്യാനം ആഴത്തിലുള്ള ശാന്തിയിലേക്കുള്ള ഒരു മാധ്യമമാണ്. ഇനി മെല്ലെ മെല്ലെ ശ്വാസമെടുക്കുക തിരിച്ചു വരാനായിട്ട്. എന്നിട്ട് മനസ്സിനകത്ത് സങ്കൽപ്പിക്കുക, നമുക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും സന്തുലിതമാക്കി വയ്ക്കേണ്ടതുണ്ടെന്ന്. ഞാൻ എനിക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും പ്രവൃത്തി, സമൂഹം, ലോകത്തിനൊക്കെയും ആരോഗ്യത്തിനു വേണ്ടി പ്രതിബദ്ധമാണ്. ഇനി സാവധാനത്തിൽ ഇരു കൈകളും നമസ്കാര മുദ്രയിൽ പിടിക്കുക. എന്നിട്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ കളരി ഇവിടെ നിർത്താം. ദീർഘശ്വാസമെടുക്കുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനത്തിൽ ഇരു കൈകളും കൊണ്ട് കണ്ണുകൾ സ്പർശിക്കുക. എന്നിട്ട് പതുക്കെ കണ്ണുകൾ തുറക്കുക. കൈകൾ തിരികെ കൊണ്ടുവരിക. നന്ദി. ഇന്നത്തെ കളരി ഇവിടെ സമാപിക്കുന്നു. ഇന്നിവിടെ ചെയ്ത അഭ്യാസങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരീരത്തിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും പ്രതിബദ്ധമായിരിക്കുക. വളരെ നന്ദി.